+1 ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. ആകെ മൊത്തം പ്രതീക്ഷിച്ച പോലെ എനിക്ക് എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങളൊരു ആവറേജ് മാർക്ക് മേടിച്ചാലും ലോ മാർക്ക് മേടിച്ചാലും ഹൈ മാർക്ക് മേടിച്ചാലും നിങ്ങളോട് എനിക്ക് ഒറ്റൊന്നേ പറയാനുള്ളൂ, ഇനിയുള്ള മാസങ്ങൾ അത് ക്രിസ്മസ് എക്സാം അല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് ആണ്. അതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്നെന്നും അച്ചടിച്ച് വരിക. അതാണ് നമ്മുടെ കോളേജുകളിലൊക്കെ അഡ്മിഷൻ ആയിട്ട് പരിഗണിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള 2 മാസം ദയവ് ചെയ്തു മക്കളെ, ഞാൻ എന്താ കൈകൂപ്പി പറയാണ്, ഇത്രയും കാലം ഉഴപ്പി നടന്നതൊക്കെ പോട്ടെ. ഇത്ര നാളെ നമുക്ക് പറ്റിപ്പോയടാ, നമ്മൾ മനുഷ്യരല്ലേ. ഇപ്പൊ ഞാനും അങ്ങനെ കുഴപ്പി പോയിട്ടുണ്ട്, നിങ്ങളും ഉഴപ്പി പോയിട്ടുണ്ടാകാം. നിങ്ങൾ അതിന് നിങ്ങളെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ കുറ്റപ്പെടുത്തി സ്വയം ഇങ്ങനെ നെഗറ്റീവ് അടിക്കണ്ട. ബി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഞാനും എല്ലാവരും എന്നെ പോലെ ഞാനും എന്ത് ചെയ്തു, അറിയാതെ ഉഴപ്പിപ്പോയി. ഇനിയുള്ള ദിവസങ്ങളിൽ മാർക്ക് പിടിക്കാൻ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു ക്രിക്കറ്റ് കളി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ക്രിക്കറ്റ് കളിയിൽ കണ്ടിട്ടുണ്ടോ, ആദ്യമൊക്കെ മുട്ടി ഒരു 30-40 ഓവറൊക്കെ ആയിട്ട് അവസാന ഓവറുകളിലാണ് സ്കോർ അടിച്ചു കൂട്ടുന്നത്. സോ നിങ്ങളുടെ ലൈഫിലും ഈ പറയുന്ന പബ്ലിക് എക്സാമിന്റെ മാർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇത്ര കാലം എന്തു പഠിച്ചു എന്നുള്ളതിലല്ല. ഇത്ര കാലം പഠിച്ചത് ചെറിയ പോർഷൻ ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ സഹായിക്കുമായിരിക്കും. അല്ലാതെ ഇനിയുള്ള 2 മാസം വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മാക്സിമം സ്കോർ ഇനിയും അടിക്കാൻ പറ്റും. അവസരമുണ്ട്. നിങ്ങൾ +1 +1 എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ അത് +2 കോൺഫിഡൻസിനെയും ബാധിക്കും. അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്, എഡ്യൂപോർട്ട് ഉണ്ട്. നിങ്ങൾ ബാച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ബാച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ധൈര്യമായി എഡ്യൂപോർട്ടിന്റെ കൂടെ കൂടിക്കോ. എഡ്യൂപോർട്ടിന്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാനുണ്ട്, ഞങ്ങളുണ്ട്. ഓക്കെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുമാരിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മെസ്സേജ് ആയിട്ട് അറിയിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്തോളൂ, എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ മെസ്സേജ് അയച്ചോളൂ. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ എന്താണെങ്കിലും നമ്മുടെ ഇവിടെ കൂടിയായാലും കൂടിയില്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു തുടങ്ങിക്കോ. കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോ. ഇപ്പൊ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിന്റെ പ്ലാനിലൊക്കെ ആണെങ്കിൽ കൃത്യമായി അടുത്ത 45 ദിവസത്തിനുള്ളിൽ മുഴുവൻ പോർഷൻസും തീർക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാ? അത്ര സമയമേ ഉള്ളൂ നമുക്ക് അറിയുന്നതുകൊണ്ടാ. കാരണം അത് കഴിഞ്ഞാൽ മോഡൽ എക്സാം, പിന്നെ നിങ്ങൾക്ക് ചെറിയ സ്റ്റഡി ലീവ്, നേരെ പബ്ലിക് എക്സാം. എടാ, ക്രിസ്മസ് എക്സാം പോലെ അല്ല. ക്രിസ്മസ് എക്സാമിന് നമ്മൾ വിചാരിച്ചതൊക്കെ സാധാരണ പഴയ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന, എന്നാൽ അങ്ങനെ അല്ല കാര്യങ്ങൾ. എക്സാമിന്റെ പാറ്റേൺ മാറ്റുവാണ്. എക്സാമിന്റെ പാറ്റേൺ മാറ്റുന്ന വെച്ചാൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ മാറ്റുന്നതല്ല, കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ സാധനങ്ങൾ തരുക. അപ്പൊ അത് ഫൈനൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്യും. ആ സമയത്ത് വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല മക്കളെ. +1 ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തോ അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് തിരുത്തി മുന്നോട്ട് തന്നെ പോവുക. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഏത് രീതിയിലും ചോദിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചോദിച്ചോട്ടെ. പക്ഷെ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ അത് എഴുതി അതിന്റെ മാർക്ക് മേടിച്ചിരിക്കും. അത് ആരെന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ കുറ്റം, പഠിച്ചില്ലെങ്കിൽ കുറ്റം. ക്ലാസ്സിൽ കുറച്ചെങ്കിലും ഇന്ന് പഠിച്ചാൽ പിള്ളേരുടെ വക പഠിപ്പിന്നുള്ള കളിയാക്കല്, ഇനി പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ ടീച്ചർമാരുടെ വക കളിയാക്കല്, വീട്ടിൽ നിന്നുള്ള ചീത്തവിളി, ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറഞ്ഞ് പല സ്ഥലത്ത് നിന്ന് പല വാക്കുകൾ കേൾക്കും. ചുറ്റും നിങ്ങളെ കണ്ണോടിച്ച് ഒരുപാട് കണ്ണുകൾ ഓടുമ്പോൾ അവരൊക്കെ നിങ്ങളെ കളിയാക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതിലൊന്നും വീണു പോവാതെ എന്നെ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്നെ ഇതൊരു ഏട്ടനായിട്ട് നിങ്ങൾ കണ്ടോളൂ, നിങ്ങളുടെ സ്വന്തം ബ്രദറായിട്ട് കണ്ടോളൂ, നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പറയുന്നതായിട്ട് കണ്ടോളൂ. നിങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ അവസാനം. ദയവ് ചെയ്ത് നിങ്ങളും നിങ്ങളുടെ പാരന്റ്സും മാത്രമേ ഹാപ്പി ആവുള്ളൂ. നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയാക്കുന്നവരൊക്കെ അവർ വീണ്ടും കളിയാക്കുകയുള്ളൂ. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളൊക്കെ വിഷമിക്കുള്ളൂ. സോ പ്ലീസ്, നിങ്ങൾക്ക് അവരുടെ സന്തോഷമാണോ വേണ്ടത്, അതോ നിങ്ങളെ സ്നേഹിക്കുന്ന പാരന്റ്സ് അതുപോലെ നിങ്ങളുടെ സ്വന്തം സന്തോഷങ്ങളാണോ വേണ്ടത്? നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നന്നായിട്ട് പഠിക്കുക. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കുമാരിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാനുമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ബാച്ചിൽ ചേരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ലിങ്കൊക്കെ താഴെ തന്നെ വീഡിയോന്റെ ഇടയിൽ ഉണ്ടാകും. സോ ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.